ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദ്ദസാതുഹാ വകുല്ലു മുഹദ്ദസത്തിൻ ബിദ്അഹ് വകുല്ലു ബിദ്അത്തിൻ ളലാലഹ് വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വഹാബികൾ പൊതുവിൽ വെച്ച് പുലർത്തുന്ന അബദ്ധജടിലമായ വാദങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മർഹൂം നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു അവർ നടത്തിയ അത്യുജ്വലമായ 2.25 മണിക്കൂറിലധികം വരുന്ന പരിശുദ്ധ ഖുർആനും തഫ്സീറുകളും ഹദീസ് ഗ്രന്ഥങ്ങളും അതിന്റെ വിശദീകരണങ്ങളുമെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് നടത്തിയ അഭിമുഖത്തിന് മറുപടി പറയാനെന്ന പേരിൽ അതിന്റെ CD കൊണ്ടുപോവുകയും അതിലെ ഓരോ വിഷയങ്ങളെയും പ്രാമാണികമായി ഖണ്ഡിച്ചുകൊണ്ട് സുന്നികളുടെ വാദം ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതിന് പകരം CD പല സ്ഥലങ്ങളിൽ നിന്നായി കട്ട് ചെയ്ത് അഭിമുഖം നൽകിയ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് അവർകളെയും അഭിമുഖം നടത്തിയ ഈ വിനീതനെയും വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന വിധത്തിൽ 5 മിനിറ്റുള്ള ഒരു ക്ലിപ്പുണ്ടാക്കി മുജാഹിദുകളുടെ കണ്ണിൽ മറുപടി പറഞ്ഞ് പൊടിയിട്ടുകൊണ്ട് തടി സലാമത്താക്കിയ ഒരു മൗലവിയുണ്ട്. ആ മൗലവിയുടെ പേരാണ് ഉമർ ഫൈസി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി. അണികൾക്കിടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇടയ്ക്കിടെ എന്തെങ്കിലും നമ്പറുകൾ ഇറക്കണമെന്ന തികഞ്ഞ ബോധ്യമുള്ള മൗലവി സാഹിബ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. തന്റെ വാദങ്ങളുടെ ബാലിശത കൊണ്ടുതന്നെ സുന്നി പണ്ഡിതന്മാർ ഈ മൗലവിയുടെ ജൽപ്പനങ്ങൾക്കും നുണകൾക്കും വലിയ വില കൽപ്പിക്കാറില്ല. പക്ഷേ മൗലവി അത് തന്റെ മികവിനും പാണ്ഡിത്യത്തിനുമുള്ള അംഗീകാരമായി കണ്ട് കൂടുതൽ വിദണ്ഡവാദങ്ങളും നുണകളും വിഡ്ഢിത്തങ്ങളുമായി രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അല്ലാമ സയ്യിദ് റളിയല്ലാഹു അൻഹു, അല്ലാമ സാബി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാപണ്ഡിതന്മാരെ അവഹേളിച്ച് സംസാരിക്കുന്നതിലും അവരുടെ ഗ്രന്ഥങ്ങളെ വളച്ചൊടിക്കുന്നതിലും യാതൊരു ലജ്ജയും കാണിക്കാത്ത മൗലവി ഈ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത് നട്ടാൽ കുരുക്കാത്ത ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു നുണയും പറഞ്ഞുകൊണ്ടാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ അരവരി പോലും വഹാബികൾക്കെതിരായതില്ലെന്നും അത് മുഴുവനും സുന്നികളുടെ വിശ്വാസത്തിന് എതിരാണെന്നുമുള്ള മഹാവങ്കത്വം തട്ടിവിട്ടുകൊണ്ടാണ് ഇയാൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് അശ്അരി ഇമാമിന്റെ കിതാബുകൾ വെച്ച് സമസ്തക്കാർ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്ന ഒരു ക്ലിപ്പ് ഒരു സുഹൃത്തു വഴി എനിക്ക് ലഭിച്ചിരുന്നു. അന്നു മുതൽ ഞാൻ ഈ മൗലവിയുടെ വാദഗതികൾ ശ്രദ്ധിച്ചു വരികയാണ്. കേരളത്തിലെ പല സുന്നി ഉലമാക്കളോടും ഞാൻ അശ്അരി ഇമാമിന്റെ കിതാബുമായി ചെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി വെല്ലുവിളിച്ചിട്ട് അവരാരും ഇതിന് തയ്യാറായിട്ടില്ല എന്നും അവരെല്ലാവരും ഭയന്ന് പിന്മാറി പരാജയം സമ്മതിച്ചിരിക്കുകയാണെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറച്ചു നാളുകളായി ഇയാൾ വിലസിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു ക്ലിപ്പിലൂടെ കേൾക്കാൻ സാധിക്കും. മനസ്സിലായോ? കാന്തപുരത്തിന്റെ ക്ലാസ്മേറ്റ് പുത്തനങ്ങാടിക്കാളി കുഞ്ഞുട്ടി ഉസ്താദിനോട് പോയി ചോദിച്ചോക്ക്. കുഞ്ഞുട്ടി ഉസ്താദിന്റെ മുമ്പിൽ ഈ ഇബാറത്ത് ഞാൻ വായിച്ചപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞെന്തോ, ഫൈസി ഇതിന് മറുപടി ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞുതരാ. നമ്മളെ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർക്ക് ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, ഞാൻ മൂപ്പരോട് ബന്ധപ്പെടുത്തേന്ന്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, വിളിച്ചു, മൂപ്പര് പറഞ്ഞെന്തരാ, എനിക്കിതൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, മാറി. മനസ്സിലായില്ലേ? കേട്ടില്ലേ സഹോദരന്മാരെ? സുന്നി ഉലമാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇയാളുമായി സംവദിക്കാൻ വേണ്ടി തയ്യാറുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഭയപ്പെട്ട് പിന്മാറി എന്നാണ് മൗലവി ഇവിടെ തട്ടിവിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുന്നി പണ്ഡിതന്മാരെ പോയിട്ട് ഇയാൾക്ക് സുന്നി പ്രവർത്തകന്മാരെ വെല്ലുവിളിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. മൗലവിയുടെ വാദം നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇമാം അശ്ശരിയുടെ ത്വരീക്കത്ത് സ്വീകരിക്കാത്ത ആളുകളാണ് മുജാഹിദുകൾ, പുത്തംവാദികളാണെന്നല്ലേ പറയല്. അദ്ദേഹത്തിന് ഒരുപാട് കിതാബുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ, കിതാബ് ഓതിയ ആളുകളും അല്ലേ. ഇതർ കഴിഞ്ഞോട്ടെ, ഇമാം അശ്ശരി മുജാഹിദുകൾക്ക് എതിരായും സമസ്തക്ക് അനുകൂലവുമായി പറഞ്ഞ ഒരു അര വരി വായിക്കുന്ന പറഞ്ഞ് അതവിടെ നിക്കട്ടെ എന്നില്ലേ. എന്തിനാണ് അവിടെ നിർത്തണത്?
ആ ഒരു അരവരി വായിക്കാം. പിന്നെ 25 മാസം 10 കൊല്ലമൊക്കെ വേണോ? സഹോദരന്മാർ കേട്ടിട്ടുണ്ടാവും, ഇമാം അശ്അരി തങ്ങളുടെ അനവധി കിതാബുകളിൽ നിന്ന് വഹാബികൾക്കെതിരുള്ള അരവരി വായിക്കണമെന്നുള്ള വളരെ പരിഹാസ്യമായ അത്ഭുതകരവുമായിരിക്കുന്ന വാദമാണ് ഇയാൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൗലവി സാഹിബ് ഇപ്പോൾ തട്ടിവിട്ട ഈ വാദത്തിന്റെ ആകത്തുക എന്തെന്നാൽ, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന് സുന്നികൾ വിശ്വസിക്കുന്നത് പോലെ, അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നത് പോലെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്ഥലമില്ല എന്നും അവൻ കൈകാലുകൾ എന്ന് പറയുന്ന അവയവങ്ങളൊന്നുമില്ല എന്നും അവൻ കയറുക ഇറങ്ങുക എന്ന് അവൻ സത്ത കൊണ്ട് അവൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നില്ല എന്നുമുള്ള വിശ്വാസങ്ങളിൽ നിന്നെല്ലാം രാജിവെച്ചുകൊണ്ട് അല്ലാഹു തആല അവന്റെ സത്തയോടുകൂടെ തന്നെ കയറുകയും ഇറങ്ങുകയും ചെയ്യും, അവന് അവയവങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള കൈ കാലുകളും കണ്ണും പാദവും എല്ലാം ഉണ്ട് എന്നുള്ള പിഴച്ച വിശ്വാസത്തിലേക്ക് രാജിവെച്ചിട്ടുണ്ട് എന്നാണ് മൗലവി സാഹിബ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. മആദല്ലാ. മഹാനായിരിക്കുന്ന അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജീവിതകാലം മുഴുവനും ഇത്തരം അബദ്ധജടിലമായ വിശ്വാസക്കാർക്കെതിരെ പടവെട്ടിക്കൊണ്ടാണ് നയിച്ചിട്ടുള്ളത് എന്നുള്ളത് മഹാനവറുകളുടെ ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അശ്അരി വിശ്വാസാദർശങ്ങൾ ഖുർആൻ സുന്നത്തിന്റെ പിൻബലത്തിൽ മഹാനവറുകൾ അടിത്തറപ്പാക്കിക്കൊണ്ട് ഇത്തരം വിശ്വാസങ്ങൾക്കെതിരെയാണ് മഹാനവറുകൾ തൂലിക ചലിപ്പിച്ചിട്ടുള്ളത്. അതിന് മഹാനവറുകളുടെ ഗ്രന്ഥങ്ങൾ സാക്ഷിയാണ്. മഹാനവറുകളിൽ നിന്ന് അഖീദ പഠിച്ച ഒരുപാട് 10,000-കണക്കിന് ആളുകളുണ്ട്. അവരും അവരുടെ ഗ്രന്ഥങ്ങളും എല്ലാം ഈ കാര്യം സുവ്യക്തമായി രേഖപ്പെടുത്തി വെക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് 10 നൂറ്റാണ്ടിലേറെയായി അശ്അരി വിശ്വാസ സംഹിത വ്യവസ്ഥാപിതമായ രീതിയിൽ നിലവിൽ വന്നിട്ട് ഇന്ന് നമുക്ക് കിട്ടാവുന്ന ഏതേത് തഫ്സീർ ഗ്രന്ഥങ്ങളുണ്ടോ, ഏതെടുത്ത് പരിശോധിച്ചാലും ഹദീസ് ഗ്രന്ഥങ്ങളാവട്ടെ, അതും അതിന്റെ വിശദീകരണങ്ങളായ വലിയ വൻ ഗ്രന്ഥശേഖരവും, അതുപോലെ അറബി ഭാഷയിലുള്ള ബലാഗയുടെ കിതാബാവട്ടെ, ഇൽമുൽ ബയാനിന്റെ കിതാബാവട്ടെ, ഇൽമുൽ ലുഗത്തിന്റെ കിതാബാവട്ടെ, പരിശുദ്ധ ഖുർആനിനും ഹദീസിനും ഖിദ്മ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിരചിതമായ ഏത് ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും അതിന്റെ രചയിതാക്കൾ ഒന്നുകിൽ അശ്അരി വിശ്വാസം സ്വീകരിച്ചവരോ അല്ലെങ്കിൽ അതിന് മറ്റൊരു പാർട്ടായ മാതൂരിദി വിശ്വാസം സ്വീകരിച്ചവരോ ആണെന്ന് നമുക്ക് കണ്ടെത്താനാകും. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി, അബൂബക്കർ അൽ ബാഖിലാനി, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി, ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം ഖുർത്തുബി, ഇബ്നു അസീർ, ഇസ് ഇബ്നു അബ്ദുസ്സലാം തുടങ്ങിയ മഹാന്മാർ അവരിൽ ചിലർ മാത്രമാണ്. ഇവരെല്ലാവരും തന്നെ അശ്അരിയാക്കളും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളും തഫ്സീറുകളും മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഈ അശ്അരി തരീഖത്തിനനുസരിച്ചുകൊണ്ട് രചിച്ചവരുമാണ് എന്നുള്ള വസ്തുത നാം ഒരിക്കലും മറന്നുകൂടാ. അതുകൊണ്ട് തന്നെയാണ് ലോക ജനതയുടെ 95% മുസ്ലിങ്ങളെ എടുത്ത് പരിശോധിച്ചാലും, കഴിഞ്ഞുപോയ മുസ്ലിം സമൂഹമാവട്ടെ ഇന്ന് നിലവിലുള്ള മുസ്ലിം സമൂഹമാവട്ടെ 95% ഒന്നുകിൽ അശ്അരി തരീഖത്തുകാരോ അല്ലെങ്കിൽ മാതൂരിദി തരീഖത്തുകാരോ ആയിട്ട് നമുക്ക് കണ്ടെത്താനാകും. പുത്തൻ പ്രസ്ഥാനക്കാർക്ക് ഒരു കാലഘട്ടത്തിലും സമൂഹത്തിൽ വേരോടാനോ സാധാരണക്കാരുടെ ഹൃദയം കവരാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അശ്അരി മാതൂരിദികൾക്കാണ് ഇത്രയും കാലമുള്ള മുസ്ലിം സമൂഹത്തെ നയിക്കുവാനും അവരുടെ വിശ്വാസാചാരങ്ങൾ ക്രമപ്പെടുത്താനും സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. ഈ വസ്തുതകളൊക്കെ തികച്ചും ബോധ്യമുള്ള വഹാബി മൗലവിമാർ ഇമാം അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ആളാക്കിയെടുക്കാൻ കുറച്ചു കാലമായി കിണഞ്ഞ് ശ്രമിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ ഈ ഉമർ ഫൈസി എന്ന് പറയുന്ന മുജാഹിദ് മൗലവിയും പുതിയൊരു വാദവുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബുൽ ഹസൻ അശ്അരി ഇമാമിനിക്ക് ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. 50 എന്നും അതല്ല 150ഓളം ഗ്രന്ഥങ്ങളുണ്ട് എന്നും പറഞ്ഞ ചരിത്രകാരന്മാരുണ്ട്. ഇളാഹുൽ ബുർഹാൻ ഫി റദ്ദി അല അഹ്ലി സൈഗി വത്തുഗിയാൻ, അർറദ്ദു അല ഇബ്നു റാവന്ദി ഫി സിഫാത്തി വൽ ഖുർആൻ, അൽ ഫുസൂൽ ഫി റദ്ദി അൽ മുൽഹിദീൻ വൽ ഖാരിജീൻ അനിൽ മില്ല,
القامع لكتاب الخالدي في الإرادة، كتاب الأخباري، كتاب الاجتهاد، كتاب الإدراك في فنون من لطيف الكلام، كتاب الإمامة، الإبانة عن أصول الديانة، التبيين عن أصول الدين، الشرح والتفصيل في الرد على الإفك والتضليل، العمد في الرؤيا، كتاب الموجز، كتاب خلق الأعمال، كتاب الصفات، كتاب الرد على المجسمة، النقل على الجبائي، النقل على البلخي، جمل مقالات الملحدين، മക്കാലത്തിൽ ഇസ്ലാമിയീൻ, അല്ലുമ തുടങ്ങിയ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ഇമാമിനിക്ക് നിലവിലുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സമൂഹത്തിലെ ഭിന്നിച്ചുപോയ മുസ്ലിം സമൂഹത്തിന്റെ എതിരാളികളുടെ വിശ്വാസങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടും അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടും വിരചിതമായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈകാലുകളുണ്ട്, അവന് സ്ഥലമുണ്ട്, അവൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന മുജസ്സിമത്തിന് മറുപടിയായിട്ട് കിതാബുൽ അൻ-നഖ്ലു അലൽ മുജസ്സിമ എന്ന് പറയുന്ന, അല്ലെ കിതാബുർ റദ്ദ് അലൽ മുജസ്സിമ എന്ന് പറയുന്ന ഗ്രന്ഥവും മഹാനവറുകൾക്കുണ്ട്. അതുപോലെ മുഅ്തസിലി വിശ്വാസങ്ങൾക്ക് ഉള്ള ഗണനമാണ് മിക്ക ഗ്രന്ഥങ്ങളിലുമുള്ളത്. കാരണം മഹാനവറുകൾ 40 വയസ്സുവരെയെന്നോ 40 വർഷം വരെയെന്നോ ഏതായിരുന്നാലും മഹാനവറുകൾ മുഅ്തസിലി വിശ്വാസക്കാരനായിരുന്നു. പിന്നീട് അതിലെ വലിയ ഇമാമാവുകയും ചെയ്ത് എന്നതിന് ശേഷം മഹാനവറുകൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് പരസ്യമായി വരികയും മുഅ്തസിലികൾക്ക് ഖണ്ഡനം എഴുതുകയും അവരുമായി സംവാദങ്ങൾ നടത്തുകയും സമൂഹത്തിലെ മറ്റ് ചിന്താഗതിക്കാരുമായി നല്ല രീതിയിലുള്ള സംവാദങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അവരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത വ്യക്തിയാണ്. മുഅ്തസിലികളെ പോലെ തന്നെ ഖദരിയത്തിനും അതുപോലെ ജബരിയത്തിനും ജഹമിയത്തിനുമെല്ലാം തന്നെ മഹാനവറുകൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ-ഇബാന അൻ ഉസൂലി ദിയാന എന്ന ഗ്രന്ഥം. ചില ആളുകളെല്ലാം തന്നെ ആ ഗ്രന്ഥമാണ് മഹാനവറുകൾ മുഅ്തസിലി വിശ്വാസം വിട്ടുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് രചിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റു ചിലരൊക്കെ അത് അവസാനമായി, തന്റെ വഫാത്തിന് മുമ്പ് അവസാനമായി രചിച്ച ഗ്രന്ഥമാണെന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായിരുന്നാലും ആ ഗ്രന്ഥത്തിന്റെ ഇന്ന് ലഭിക്കാവുന്ന 4 5 കൈയെഴുത്ത് പ്രതികളിൽ വളരെയധികം വ്യത്യാസങ്ങളും കൈകടത്തലുകളും വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയിലുള്ള അതിന്റെ കോപ്പികളിൽ ഒരുപാട് അശ്അരി ഇമാമിന്റെ വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങൾ ഇന്ത്യൻ കോപ്പികളിലുണ്ട് എന്ന് മഹാന അല്ലാമ മുഹമ്മദ് സാഹിദ് അൽ കൗസരിയെ പോലുള്ള പ്രഗത്ഭന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഏതൊരു വ്യക്തിക്കും അതിന്റെ 4 കൈയെഴുത്തു പ്രതികളും തമ്മിൽ തുലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണിത്. ഉദാഹരണമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഹനഫി മദ്ഹബിലെ ഉപജ്ഞാതാവ്, ഹനഫി മദ്ഹബിന്റെ നേതാവായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചുകൊണ്ട് അദ്ദേഹം ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്ന വ്യക്തിയാണെന്നും മുശ്രിക്കാണെന്നും ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ഇമാം തന്റെ കിതാബിൽ എഴുതി വെച്ചതായിട്ട് അതിന്റെ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ കാണുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ഇമാം തന്റെ ജീവിതകാലം മുഴുവനും ഇത്തരം അഹ്ലുൽ ഖിബിലെ കാഫിറാക്കുന്ന പ്രസ്ഥാനക്കാർക്കെതിരെ നിലകൊണ്ട മഹാനവറുകളാണ്. തന്റെ സർവ്വഗ്രന്ഥങ്ങളും ഈ ഒരു തത്വം വളരെ ഊന്നൽ നൽകിക്കൊണ്ട് സ്ഥാപിക്കുന്നുണ്ട്. ലാ നുകഫിറു അഹ്ലൽ ഖിബില, ഖിബിലയുടെ അഹ്ലുകാരെ നാം കാഫിറാക്കുന്നില്ല എന്ന് മഹാനവറുകൾ ഇടയ്ക്കിടെ പറയുകയും അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ടവര് തന്റെ വഫാത്തിനോട് അടുത്ത സമയം ശിഷ്യഗണങ്ങളെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് ചെയ്ത വസിയത്തിൽ പ്രധാനപ്പെട്ട ഒരു വസിയത്ത് ഇതായിരുന്നു, ലാ നുകഫിറു അഹ്ലൽ ഖിബില, അഹ്ലുൽ ഖിബിലെ നാം കാഫിറാക്കുന്നില്ല എന്ന്. ആ അബുൽ ഹസൻ അശ്അരി ഇമാമിന്റെ കിതാബിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രഗൽഭ പണ്ഡിതനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചുകൊണ്ട് മുശ്രിക്ക് എന്ന് എഴുതുമെന്ന് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ആ ഗ്രന്ഥത്തിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയൊരു തെളിവിന്റെ ആവശ്യമില്ല. ഇങ്ങനെ പല കോപ്പികളും ഇന്ന് അതിന് ലഭ്യമാവുന്ന പല കോപ്പികളും തമ്മിൽ മഹാനവറുകളുടെ വിശ്വാസത്തിനെതിരാവുന്ന പല വിശ്വാസങ്ങളും ഉണ്ട് എന്നുള്ള വസ്തുത അംഗീകരിക്കുന്നതോടുകൂടെ തന്നെ മൊത്തത്തിൽ അൽ-ഇബാന അൻ ഉസൂൽ ദിയാനയിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളുടെ അതിന്റെ വ്യക്തമായ
ഉദാഹരണമാണ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ആശയങ്ങൾ മൊത്തത്തിൽ അശ്അരി മദ്ഹബിന്റെ ആശയങ്ങളോട് യോജിക്കുന്നവ തന്നെയാണ്. ഇത്തരം ഒരുപാട് വിഷയങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഇറങ്ങും കയറും എന്നൊക്കെയുള്ള രീതിയിലുള്ള വ്യാഖ്യാനിക്കപ്പെടുന്ന ചിലതെല്ലാം തന്നെ അത് കൈകടത്തലുകൾ കടന്നു എന്നുള്ളതിന് രേഖയാക്കാമെങ്കിലും പൊതുവിൽ മഹാനവർകളുടെ ആ മൻഹജ് വെച്ചുകൊണ്ട്, മഹാനവർകളുടെ അഖീദയുടെ ആ ശൈലി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ മൗലവിമാര് ദുർവ്യാഖ്യാനിക്കാറുള്ള ഒട്ടനവധി പദങ്ങളും അവരുടെ വിവരമില്ലായ്മ കൊണ്ട് മാത്രമാണ് ആ രൂപത്തിൽ അവർ വിശദീകരിക്കുന്നതെന്നും മഹാനവറുകളുടെ വിശ്വാസമനുസരിച്ചുകൊണ്ട് മഹാനവറുകൾ പഠിപ്പിച്ചതായ ആ തരീഖനുസരിച്ചുകൊണ്ട് അതിനർത്ഥം വെച്ചാൽ അതിൽ അത്തരത്തിലുള്ള മുജസ്സിമത്തിന്റെ തെജിസീമിന്റെ യാതൊരു ഗണികയും കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണമായി പറഞ്ഞാൽ അല്ലിബാനയിലുള്ള ഇന്നലഹു ഐനുൻ, ഇന്നലഹു യദൈനി തുടങ്ങിയ യൻസിൽ തബാറക വ തആല തുടങ്ങിയ പദങ്ങൾ നേർക്കുനേരെ പദാനുപദം അർത്ഥം വെക്കണമെന്നാണ് ഈ മൗലവിയും പല മൗലവിമാരും പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? നേർക്കുനേരെ അർത്ഥം വെക്കേണ്ട കിതാബാണോ അഖീദയുടെ കിതാബ്? തീർച്ചയായിട്ടുമല്ല. അത് പഠിച്ച ആളുകൾക്ക് മനസ്സിലാകും. പഠിക്കാത്ത ആളുകൾക്ക്, സാധാരണക്കാരുടെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് ഇത്തരം ജൽപ്പനങ്ങളെല്ലാം നടത്താൻ സാധിക്കും. അല്ലാഹു തആലാക്ക് യദുണ്ട്, ഐനുണ്ട്, വജ്ഹുണ്ട്, ഖദമുണ്ട് എന്നുള്ളതിനൊക്കെ നേർക്കുനേരെ മലയാള ഭാഷയിൽ കാണുന്ന അർത്ഥം, അല്ലെ നേർക്കുനേരെയുള്ള ഭാഷാർത്ഥം വെക്കണമെന്ന് പറഞ്ഞ് അതർത്ഥം വെച്ചുകൊണ്ട് ജനങ്ങളെ വഴിപിയപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മൗലവിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയുകയാണ്. പരിശുദ്ധ അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ, അല്ലാഹു തആല കാലുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ, അല്ലാഹു ഇറങ്ങും കയറുമെന്ന് അത് നേരടി വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് യദ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഐനി എന്ന് പറഞ്ഞാൽ, യൻസിൽ തബാറക വ തആല എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ അല്ലിബാന പോലെയുള്ള കിതാബുകൾ ശരിയായ രീതിയിൽ അർത്ഥം വെച്ചാൽ മനസ്സിലാകും. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്ന് അർത്ഥം വെക്കുന്ന മൗലവിമാരോടും ചോദിക്കുന്നു. മഹാനായിരിക്കുന്ന അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി യദ് എന്നുള്ളതിനെ അള്ളാഹുവിന്റെ സത്തയുടെ ഭാഗം ജുസ് ആയിട്ടാണോ ബാദ് ആയിട്ടാണോ വിശദീകരിച്ചത്? അതല്ല, അള്ളാഹുവിന്റെ ഇൽമു പോലെ, അവന്റെ ഖുദ്റത്ത് പോലെ, അവന്റെ ഇറാദത്ത് പോലെ, അവന്റെ സമഅ് പോലെ, അവന്റെ കലാമു പോലെയുള്ള ഒരു സിഫത്ത് ആയിട്ടാണോ വിശദീകരിച്ചത്? ഒരിക്കലുമില്ല മൗലവിമാരെ. നിങ്ങൾക്കൊരിക്കലും ഈ സിഫത്തുകളെല്ലാം യദ്, ഐനി തുടങ്ങിയതായിരിക്കുന്ന ഈ പദങ്ങളെല്ലാം സിഫത്ത് പോലെയല്ല. അത് അള്ളാഹുവിന്റെ ഭാഗങ്ങളായിട്ടാണ്, അവയവങ്ങളായിട്ടാണ് സ്ഥിരപ്പെടുത്തിയതെന്ന് മഹാനവറുകളുടെ ഒരു കിതാബിൽ നിന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഇതൊരു വെല്ലുവിളിയായി തന്നെ സ്വീകരിച്ചോളൂ. മഹാനവറുകളുടെ കിതാബ് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ അർത്ഥം വെക്കുന്ന രീതിയിൽ അത് കൈ തന്നെയാണ്, ഇറങ്ങുക തന്നെയാണ്, അത് ഉപവിഷ്ടനായിരിക്കുന്നു അർശിന്റെ മേല്, അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മേൽ ഉപവിഷ്ടനായിരിക്കുന്നു തുടങ്ങിയതായിരിക്കുന്ന നേർക്കുനേരെ അർത്ഥം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിപേപിക്കുന്നുണ്ടല്ലോ. അതിന്റെ നിങ്ങൾ പറയുന്നത് പോലുള്ള ഒരർത്ഥം മഹാനവറുകളുടെ കിതാബിൽ നിന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന്, അവരെ വിശ്വാസം നശിപ്പിക്കുന്നതിന് അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മറ്റ് കിതാബിൽ പറയാത്ത ചില കാര്യങ്ങൾ അല്ലിബാനയിൽ പറയുന്നുണ്ട്. അതാണ് അള്ളാഹുവിന്റെ നുസൂല്, അള്ളാഹുവിന്റെ ഇസ്തിവാ, അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ ഖദം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഐനി, വജ്ഹ് തുടങ്ങിയതായിരിക്കുന്ന വിഷയങ്ങൾ. അതിനെല്ലാം അർത്ഥം വെക്കേണ്ടത് എങ്ങനെയാണ്? മൗലവിമാര് വഴിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അർത്ഥം വെക്കുന്നത് പോലെ കണ്ണ്, കൈ, മുഖം എന്നിങ്ങനെയുള്ളതല്ല. അതെല്ലാം അള്ളാഹുവിന്റെ ഒരു ഗുണം, സത്തയിലുള്ള ഗുണം. അള്ളാഹു എങ്ങനെ കേൾക്കുന്നു? അള്ളാഹുവിന്റെ കേൾവി എന്നുള്ളത് അവന്റെ ഒരു ഭാഗമല്ലല്ലോ, അവന്റെ അറിവ് എന്നുള്ളത് ഒരു ഭാഗമല്ലല്ലോ, അവന്റെ കാഴ്ച എന്നുള്ളത് ഒരു ഭാഗമല്ലല്ലോ. ഇതുപോലെയുള്ള ഒരു ഗുണം, ഒരു സിഫത്തായിട്ടാണ് മഹാനവറുകൾ ഇതിനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യം മൂടി വെച്ചുകൊണ്ടാണ് മൗലവിമാര് അള്ളാഹുവിന് കൈയുണ്ട്, അവൻ ഇറങ്ങും കയറുമെന്നുള്ളതായിരിക്കുന്ന വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നുസൂല് എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആല യൻസിൽ തബാറക വ തആല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഇറങ്ങുമെന്നുള്ള നേർക്കുനേരെ പദാനുപദം അർത്ഥം വെക്കുകയല്ല വേണ്ടത്. അവിടെ നുസൂല് മഹാനവറുകൾ അല്ലിബാനയിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
മിന്ദൂനി ഹർക്കത്തിൻ വന്തികാല്, ഒരു സ്ഥലത്ത് നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക എന്നുള്ള അർത്ഥത്തിനല്ല അവിടെ നുസൂലുള്ളത്. ഹർക്കത്ത് ഇന്തിക്കാൽ ഇല്ല എന്ന് പറയുന്നത് അള്ളാഹുവിന് ചലനമില്ല, അള്ളാഹു നീങ്ങുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ആ ആശയത്തെ പോലും വ്യഭിചരിച്ചുകൊണ്ട് ഇവർ അർത്ഥം വെക്കുന്ന അള്ളാഹു തആല ഇറങ്ങുമെന്ന് അത് പഠിപ്പിക്കൽ നിർബന്ധമാണെന്നും അത് വിശ്വസിക്കൽ നിർബന്ധമാണെന്നും ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അബുൽ ഹസൻ അശ്അരി ഇമാമിന്റെ കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ട സത്യങ്ങൾക്ക് എതിരായി കൊണ്ടുള്ള അർത്ഥമാണ് ഇവരെ ജനങ്ങളെ പഠിപ്പിക്കുകയും അതിനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്തിവാഇനെ കുറിച്ചുകൊണ്ടെന്നാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ഇമാം പറഞ്ഞിരിക്കുന്നത്, അത് അള്ളാഹു അവന്റെ അർശിൽ ചെയ്യുന്ന അവന്റെ ഒരു പ്രവർത്തനമാണ്. ഫിഅലുൻ ഫഅലഹു അല്ലാഹു ഫീ അർശിഹി എന്നാണ് അബുൽ ഹസൻ അശ്അരി ഇമാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം വെക്കാൻ പോലും മൗലവിമാർക്ക് അറിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അള്ളാഹു അവന്റെ ദാത്തിൽ ചെയ്തൊരു കാര്യമല്ല. മൗലവിമാരെന്താ അർത്ഥം വെക്കുന്നത്? അർ-റഹ്മാനു അൽ അർശിസ്തവ, അള്ളാഹു തആല അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. ആരാണ് മൗലവിമാരെ നിങ്ങളെ ഇത് പഠിപ്പിച്ചത്? അശ്അരി ഇമാമിന്റെ കിതാബുകളിൽ ഇങ്ങനെയുണ്ടോ? അശ്അരി ഇമാമിന്റെ കിതാബ് ഇങ്ങനെ അർത്ഥം വെക്കുന്നതിൽ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? എവിടെയാണത് പറഞ്ഞിരിക്കുന്നത്? അൽ-ഇബാനയിൽ എന്താ പറഞ്ഞത്? ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഫിഅലുൻ ഫഅലഹു ഫി അർശിഹി, അല്ലാഹു അവന്റെ അർശിൽ ചെയ്ത അവന്റെ ഒരു പ്രവർത്തനമാണ്. ഈ പ്രപഞ്ചത്തിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പലജാതി പ്രവർത്തനങ്ങളുടെയും ഒരു പ്രവർത്തനമാണ് അവൻ അർശിൽ ചെയ്തതും. അല്ലാതെ അവന്റെ സത്തയിലുള്ള അവന്റെ സത്ത കൊണ്ട് ചെയ്ത അവൻ ഇരിക്കുക എന്നുള്ള ഉപവിഷ്ടനാവുക എന്നുള്ളതായിരിക്കുന്ന തെറ്റായ മുജസ്സിമത്തിന്റെ വാദമല്ല മഹാനവറുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. മുജസ്സിമത്തിന് മറുപടി എഴുതിക്കൊണ്ടാണ് മഹാനവറുകൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് വന്നത്. പിന്നെയും അതിലേക്ക് തന്നെ പോയി എന്നാണ് മൗലവിമാരെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അത് വളരെ വ്യക്തമായി അൽ-ഇബാനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് മൗലവിമാര് ആട്ടം, അതായത് കഥയറിയാതെ ആടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങും കയറും, അവന് സ്ഥലമുണ്ട്, അവന് കൈകാലികളുണ്ട് എന്ന് വിശ്വസിക്കുകയും അശ്അരി ഇമാമിന്റെ കിതാബിനെ ആ വിധത്തിൽ അർത്ഥം വെക്കുകയും ചെയ്യുന്ന ഉമർ ഫൈസിയെ പോലെയുള്ള മൗലവിമാര്, അവർക്ക് ഈ അബദ്ധത്തിൽ പെടാനുള്ള കാരണം നാം മനസ്സിലാക്കേണ്ടത് ഇൽമുൽ കലാമിനെയും മന്തിഖിനെയും അവർ നിശിതമായി വിമർശിച്ചുകൊണ്ട് അതിനെ ഭ്രഷ്ട് കൽപ്പിച്ചു നിർത്തുകയും ഓതിപ്പോവരുത് എന്ന് അവർ പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇൽമുൽ കലാമും മന്തിഖുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഈ വിഭാഗം ആളുകൾക്ക് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ഇമാമിന്റെ കിതാബ് തിരിയാതെ പോയതിൽ യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല. ഇങ്ങനെ ബഹുമാനപ്പെട്ട അശ്അരി ഇമാമിന്റെ കിതാബുകൾ നോക്കി വായിക്കാനും അർത്ഥം വെക്കാനും തിരിയാത്ത മൗലവിമാരാണ് അശ്അരി ഇമാമിന്റെ കിതാബുകളൊക്കെ ഞങ്ങളുടെ കിതാബാണ്, അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ആശയമാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി വിഫല ശ്രമം നടത്താറുള്ളത്. നമുക്കിനി വിഷയത്തിലേക്ക് തന്നെ വരാം. അശ്അരി കിതാബുകളിൽ അരവരി വഹാബിസത്തിനെതിരെയുള്ളത് ഇല്ല എന്നും അതിൽ പറയുന്നതെല്ലാം സുന്നികൾക്കെതിരാണ് എന്നും ഈ മൗലവി സാഹിബ് തട്ടിവിട്ടപ്പോൾ ഈ വിനീതൻ അരവരിയല്ല 20-ലേറെ വിഷയങ്ങളിൽ വഹാബി വിശ്വാസങ്ങൾക്ക് കടകവിരുദ്ധമായ കാര്യങ്ങൾ അശ്അരി ഇമാമിന്റെ കിതാബ് വെച്ചുകൊണ്ട് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ എഴുതി കൊടുക്കുകയും മൗലവിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. കിതാബുകളിൽ അരവരി പോലും സുന്നികൾക്ക് അനുകൂലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗലവി സാഹിബ് രംഗത്ത് വന്നപ്പോൾ ഞങ്ങൾ കൊടുത്ത എഴുത്തിതാണ്. 20 വിഷയങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു. മസ്അലത്തുൽ അസ്മാഇ വസിഫാത്തി, ഹുലൂലുൽ ഹവാദിസി, സിഫത്തുൽ കലാമി, അസിഫാത്തുൽ ഫഅലിയ, ദലീലുൽ ഹുദൂസ്, തജദ്ദുദ് സിഫത്തുൽ കലാം, അൽ-ലഫ്ളു ബിൽ ഖുർആൻ, തഅവീലു സിഫത്തുൽ റിളാ, തഅവീലു സിഫത്തുൽ ഗളബ്, തഅവീലു സിഫത്തുൽ ഇറാദ, التجسيم والتركيب، نفي الجسم، مسألة الرؤية، مسألة الاستواء، مسألة القضاء والقدر، مسألة الكسب والاختيار، مسألة الحكمة والتعليل، مسألة الاستطاعة قبل الفعل، مسألة التكليف بما لا يطاق، شبهة رجوع الإمام الأشعري إلى عقيدة التجسيم തുടങ്ങിയ 20ഓളം വിഷയത്തിൽ മൗലവി സാഹിബുമായിട്ട് അൽ-ഇബാന പോലെയുള്ള ഇമാം അശ്അരി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. വ്യവസ്ഥാപിതമായ രീതിയിൽ മൗലവി അതിന് തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ എഴുതി ചോദിക്കുകയുണ്ടായി. അരവരി പോലും അശ്അരി ഇമാമിന്റെ കിതാബിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന മൗലവി 20ഓളം വിഷയത്തിൽ അശ്അരി ഇമാമിന്റെ കിതാബ് വെച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരുള്ളത് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ മൗലവി ശരിക്കും പരിങ്ങലിലായി. പ്രതിരോധിക്കാൻ സാധിക്കാതെ കണ്ട് മൗലവി അതും ഇതും പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മൗലവിയുമായി സംസാരിച്ച ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാവുന്നതാണ്. 20ഓളം വിഷയങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ അതിന് തയ്യാറാണ് എന്നൊരൊറ്റ അക്ഷരം ഒരു വാചകം പറയാൻ മൗലവിയോട് ഞാൻ പലപോലും ആവശ്യപ്പെട്ടിട്ടും ഉമർ ഫൈസി അതിന് തയ്യാറായില്ല. 20 വിഷയങ്ങൾ നിങ്ങൾ ഇപ്പൊ ഓരോന്നോരോന്ന് നിങ്ങൾ ഏറിപ്പോല, എനിക്കറിയാം ഏറിപ്പോല. യദിന്റെ വിഷയം പറഞ്ഞല്ലോ, തെജിസീമിന്റെ വിഷയം ഞാൻ വെച്ചല്ലോ. അതില് തെജിസീം തെർക്കീബിന്റെ വിഷയം, നഫീൽ ജിസ്മിന്റെ വിഷയം ഞാൻ വെച്ച്, അതൊക്കെ അതിൽ വരും. നിങ്ങൾ ഒരു യദ് മാത്രമാക്കേണ്ട 7 കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? 7 വിഷയങ്ങളുണ്ട്. യദ്, ഐന്, വജ്ഹ് തുടങ്ങിയ 7 വിഷയങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ ഇമാം അശ്ശരി തങ്ങളുടെ നിലപാട് എന്താണെന്ന് കിതാബ് വെച്ച് സംസാരിക്കും. തയ്യാറുണ്ടെങ്കിൽ പറയും. പിന്നെ ഒരു ചോദ്യം, എവിടുന്ന് മൗലവി നിങ്ങൾ കിട്ടിയത് യദൈനി? ഇന്നലഹു യദൈനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനിക്ക് 2 കൈയുണ്ട് എന്നുള്ള തനിച്ച കുഫറിന്റെ വാദം എവിടുന്ന് കിട്ടി? ഞാൻ ഈ വിഷയം എടുത്തിട്ടപ്പോൾ തീർത്തും പരിങ്ങലിലായ മൗലവി പിന്നീട് പറഞ്ഞത് 20 വിഷയങ്ങൾ വേണ്ട, ഒരു വിഷയം എടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. മൗലവിയുടെ വാക്ക് നിങ്ങൾക്ക് കേൾക്കാം. അശ്ശരി ഇമാമിന്റെ കിതാബിന് 20 വിഷയങ്ങളിൽ ഇമാം അശ്ശരിയോട് മുജാഹിദികൾ എതിരാണ്, സമസ്തക്കാരെ അനുകൂലമാണ് പറഞ്ഞു. ആ 20 വേണ്ട മോനെ, ഒരൊറ്റ ഒന്നിന് വായിക്കും. ഇമാം അശ്ശരിന്റെ കിതാബിന്ന് ഒരൊറ്റ ഒന്നിന് വായിക്കും, ഒരെണ്ണം വായിക്ക്. ബാക്കി പിന്നല്ലേ, പാവയ്ക്ക് 10 വേണം, ഒരെണ്ണം വായിക്ക്. അശ്ശരി ഇമാമിന്റെ കിതാബുകളിൽ ഒന്നിൽ പോലും അരവരി പോലും മുജാഹിദുകൾക്കെതിരുള്ളത് ഇല്ല, ഉണ്ടെങ്കിൽ തെളിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു വന്ന മൗലവിയുടെ മുമ്പിൽ 20 വിഷയത്തിൽ നിങ്ങളുടെ വിശ്വാസവും അശ്ശരി വിശ്വാസവും അശ്ശരി ഇമാമിന്റെ വിശ്വാസവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തെളിയിക്കാൻ തയ്യാറാണ് എന്നുള്ള മറുപടി കൊടുത്തപ്പോൾ തീർത്തും വെട്ടിലായ മൗലവി പിന്നെ ഉരുളുന്നതാണ് കാണാൻ സാധിച്ചത്. അതാണ് മൗലവി ചോദിക്കുന്നത്. വരട്ടെ, മൗലവിയെ പോലെ തന്നെ എല്ലാവരെയും കരുതി. എന്നാൽ നമ്മൾ വെറുതെ പറയുകയാണ്, മൗലവിയെ പോലെ വീമ്പടിക്കുകയാണ്, വീരവാദം മുഴക്കുകയാണ് എന്ന് കരുതിയ മൗലവി ഒന്ന് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. ഈ അവസരം കാത്തുനിന്ന് ഞാൻ മൗലവിയുടെ അഖീദയുമായിട്ടുള്ള ബന്ധമൊന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുകയും ഒരു വിഷയം മൗലവിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയും ചെയ്തു. മൗലവി കേട്ടോ, അൽ-ഇബാന എന്ന് പറയുന്ന അശ്ശരി ഇമാമിന്റെ കിതാബിൽ നിന്ന് അവതരിക്കുന്നത് ഫഖദ് വജബ അൻ യകൂന അല്ലാഹു ലം യസൽ മുതകല്ലിമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും മുതകല്ലിമാണ്. നിങ്ങളുടെ വിശ്വാസമാണത്? പറയ്, ആണെങ്കിൽ ആണെന്ന് പറയ്, ആണെങ്കിൽ ആണെന്ന് പറയ്, അല്ലെങ്കിൽ അല്ല എന്ന് പറയ്, ഞാൻ തെളിയിക്കാം. ഫഖദ് വജബ അൻ യകൂന അല്ലാഹു ലം യസൽ മുതകല്ലിമൻ എന്നുള്ള അൽ-ഇബാനയിലെ ഇബാറത്ത് കണ്ട് ഞെട്ടിപ്പോയ മൗലവി അതിനർത്ഥം വെക്കുന്നത് പോയിട്ട് എന്താണ് ആ വിഷയം എന്ന് മനസ്സിലാക്കാൻ പോലും മൗലവിക്ക് സാധിച്ചിട്ടില്ല എന്ന് മൗലവിയുടെ പിന്നീടുള്ള വാക്കുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഇത്തരത്തിലുള്ള ഒരാളാണോ സുന്നി പണ്ഡിതന്മാരെ അശ്ശരി ഇമാമിന്റെ കിതാബ് വെച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത്? വളരെ പരിഹാസ്യമായി പോയിരിക്കുന്നു മൗലവി സാഹിബെ. കുരുക്കിൽ വീണ മൗലവി പിന്നീട് പറഞ്ഞത്, ഞങ്ങളുടെ ഏത് ബുക്കിൽ എവിടെയാണ് ഈ പറഞ്ഞ ആശയത്തിന് എതിരുള്ളത് എന്നാണ് ചോദിച്ചത്. അതിന് ഈ പറഞ്ഞ ആശയം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടേ? എങ്കിലല്ലേ എതിരുണ്ടോ അനുകൂലമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇത് മനസ്സിലാവാത്ത മൗലവിയാണ് പിന്നീട് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞത്, ഞങ്ങളുടെ ഏത് കിതാബിലാണ്, ഏത് ബുക്കിലാണ്, ഏത് പണ്ഡിതനാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അത് നിങ്ങൾക്കിവിടെ കേൾക്കാവുന്നതാണ്. ഇബാറത്ത് ഇട്ട് കൊടുത്തപ്പോൾ മൗലവിയുടെ പ്രതികരണങ്ങൾ കേൾക്കൂ. മാഷാ അല്ലാ, മാഷാ അല്ലാ, മൂപ്പര് ഇബാറത്തിട്ടിരിക്കുന്നു. നീ ശരി, ഏത് മുജാഹിദ് പണ്ഡിതനാണ് ഇമാം അശ്ശരി പറഞ്ഞ ഇബാറത്തിനെ എതിർത്ത്? അതൊന്ന് പറഞ്ഞോളൂ. ഇമാം അശ്ശരി ഈ ഇബാറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനെ എതിർത്ത ഒരു മുജാഹിദ് പണ്ഡിതനെ പറഞ്ഞോളൂ. മൂപ്പർക്ക് ഒന്നും കിട്ടാതെ ഇപ്പൊ മൂപ്പര് അതിന്റെ ഇട്ടുക പറഞ്ഞോ. ഏത് മുജാഹിദ് പണ്ഡിതനാണ്, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏത് ഗ്രന്ഥത്തിലാണ് ഈ ഇബാറത്തിനെ എതിർത്തതായിട്ട് പറഞ്ഞോളൂ. യാതൊരു തർക്കമല്ല. എന്തെങ്കിലും ഒരു ഇബാറത്ത് ആൾക്കാരെ കണ്ടുപിടിയിടാൻ വേണ്ടിയിട്ടില്ലേ? ആൾക്കാരെ കണ്ടുപിടിയിടാൻ വേണ്ടി ആരാണ് ഇതിനെ എതിർത്തിട്ടുള്ളത്? ആരാണ്? ഫഖദ് വജബ അൻ യകൂന അല്ലാഹു ലം യസൽ മുതകല്ലിമൻ എന്ന് പറഞ്ഞതിനെ ആരാണ് എതിർത്തത്? പറഞ്ഞോ, ഏത് കിതാബിലാ പറഞ്ഞോ? അപ്പോൾ കേട്ടില്ലേ, മൗലവി ശരിക്കും വെട്ടിലായി. എവിടെയാണ്, ഏത് മൗലവിയാണ് ഇതിനെ എതിർത്തിരിക്കുന്നത്?
ഏത് കിതാബിലാണ്, ഏത് ബുക്കിലാണ്, ആരാണ് ഇതിനെ എതിർത്തിരിക്കുന്നത് എന്നുള്ള വീരവാദവുമായിട്ടാണ്. ഉടനെ ഞാൻ പറഞ്ഞു, ഇബ്നു തൈമിയയുടെ വിശ്വാസം നിങ്ങൾ സ്വീകരിക്കില്ലേ? ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിമും തുടങ്ങിയ സലഫികളുടെ അഖീദയിൽ നിങ്ങളുടെ നേതാവായി നിങ്ങൾ പരിഗണിക്കുന്ന ഇബ്നു തൈമിയയുടെ വിശ്വാസത്തിൽ ഇതുണ്ട്, ഇതിനെതിരായതുണ്ട്, ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് ഞാൻ തെളിവ് സഹിതം ചോദിച്ചപ്പോൾ മൗലവിയുടെ പ്രതികരണം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഇബ്നു തൈമിയന്റെ ഈ ഭാരത്തൊക്കെ തോട്ടിക്കിട് പൊന്നാര മോനെ. ഇവിടെ ഇബ്നു തൈമിയനെ പറ്റി പറഞ്ഞിട്ടില്ല. മുജാഹിദുകൾ അശരി ത്വരീഖത്ത് സ്വീകരിക്കാത്തതിന്റെ പുത്തമ്പാദികളാണെന്നല്ല എന്നെ നിങ്ങൾ പറയുന്നത്. എങ്കിൽ അശരീമ ഞങ്ങൾക്കെതിരും നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞ ഒരു അരവരി വായിക്കുന്ന പറഞ്ഞത് കേട്ടില്ല സുഹൃത്തുക്കളെ? ഇബ്നു തൈമിയന്റെ കിതാബുകൾ, ഇബ്നു തൈമിയന്റെ വിശ്വാസം തോട്ടിലേക്ക് ഇടാനാണ് മൗലവി സാഹിബ് പറഞ്ഞിരിക്കുന്നത്. വളരെ അത്ഭുതകരമായിരിക്കുന്നു. ഈ മൗലവി പല സന്ദർഭങ്ങളിലും പല സ്റ്റേജുകളിലും ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിമിന്റെയും ഒക്കെ ഫത്വകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നതും ഹദിയ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതുപോലെ പല തൽഖീന്റെ വിഷയങ്ങളിൽ, തറാവിഹിന്റെ വിഷയങ്ങളിൽ, ഒട്ടനവധി മന്ത്രിക്കുന്ന വിഷയങ്ങളിൽ, ഒരുപാട് വിഷയങ്ങളിലെല്ലാം തന്നെ മൗലവി സാഹിബ് മുജാഹിദുകൾക്കെതിരായി എന്നുള്ളതിന്റെ പേരിൽ ഇബ്നു തൈമിയന്റെ വാദം തോട്ടിലേക്ക് എറിയാൻ വേണ്ടി പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇബ്നു തൈമിയയുടെ അഖീദയും തോട്ടിലേക്ക് എറിയാനാണ് ഗതികെട്ട മൗലവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ വാചകം കേട്ടിരിക്കും. പിന്നീട് മൗലവി ചെയ്തത് ഈ ഒരു വാദം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കിതാബിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട് മൗലവി, ഉണ്ട്. നിങ്ങളുടെ അൽമനാറിൽ വളരെ വ്യക്തമായും കൊണ്ട് ബഹുമാനപ്പെട്ട അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ-ഇബാനയിൽ എഴുതിയ വിശ്വാസങ്ങൾക്കെതിരായിട്ട് നിങ്ങളുടെ അൽമനാറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതാ കണ്ടോളൂ, പിടിച്ചോളൂ മൗലവി. ഞാൻ വായിക്കുന്നു, 2004 ജൂലൈ മാസത്തിലെ അൽമനാർ മാസികയുടെ 38ാമത്തെ പേജിൽ വായിച്ചു നോക്കൂ മൗലവി. അൽ-ഇബാനയിൽ ഞാൻ നേരത്തെ നൽകിയ എന്ന് പറഞ്ഞ ആശയത്തിനെതിരായിട്ട് നിങ്ങളുടെ അൽമനാറിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു മൗലവി സാഹിബേ. ഇനി എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ വാദമല്ലേ തോട്ടിലേക്ക് എറിയേണ്ടത്? നിങ്ങൾക്ക് അശ്അരി അഖീദയും അറിയില്ല, മുജാഹിദ് കൂടെ അഖീദയും അറിയില്ല. എല്ലാം അറിവുള്ള ആളായി നടിച്ചു നടക്കുക എന്നുള്ളതല്ലാതെ, വിവരമുള്ളവനെന്ന് നടിച്ചു നടക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് എന്ത് ബന്ധമാണ് അഖീദന്റെ കിതാബുമായിട്ടുള്ളത്? ഈ നിങ്ങളാണോ സുന്നികളെ ഇമാം അശ്അരി തങ്ങളുടെ കിതാബ് വെച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത്? നാണമില്ലാത്തവർക്ക് എല്ലാം ചേരുമെന്നല്ലാതെ എന്ത് പറയാനാണ്? മൗലവി സാഹിബേ, 2004 ജൂലൈ മാസത്തിൽ അൽമനാർ മാസിക 38ാമത്തെ പേജിൽ മൗലവി സാഹിബെ എന്താണ് എഴുതിയത്? ശരിക്കൊന്ന് കേട്ടോളൂ. ഇനി ദാത്തിയായ സിഫത്തൊന്നും ഫീലിയായ സിഫത്തൊന്നും പരിഗണിക്കപ്പെടുന്ന സിഫത്തുമുണ്ട് അവന്. അള്ളാഹുവിന്റെ കലാം ബ്രാക്കറ്റിൽ സംസാരം ഈ ഇനത്തിൽപ്പെട്ടതാണ്. കലാം എന്നത് അവന്റെ ദാത്തിൽ ഉള്ള ഗുണമാണ്. എന്നാൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയില്ല, ആവശ്യം വരുമ്പോൾ മാത്രം സംസാരിക്കുന്നു. 2004 ജൂലൈ മാസത്തിൽ ഇറങ്ങിയ അൽമനാറിന്റെ 38ാമത്തെ പേജിൽ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചിരിക്കുന്നത്. മൗലവി സാഹിബ് അവസാനത്തെ കച്ചിത്തുരുമ്പം ഇതാ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നേതാക്കന്മാര് ഞങ്ങളുടെ ബുക്കുകളിൽ, ഞങ്ങളുടെ മാസികളിൽ ഇവിടെ അശ്അരി ഇമാമിന്റെ ഈ അൽ-ഇബാനിൽ പറഞ്ഞ ഇബാറത്തുകൾക്ക് എതിരായി കൊണ്ട് അരവരി തെളിയിക്കാൻ പറഞ്ഞ മൗലവിയോട് നിങ്ങളുടെ അൽമനാറിൽ നിന്ന് തന്നെ ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നു. മൗലവി മേലാൽ ഇത്തരം വിവരക്കേടുകൾ വിളമ്പിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്യരുത്. ജനങ്ങൾ എല്ലാം കാണുന്നതിന് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതെങ്കിലും ഓർത്തുകൊള്ളുക. കേട്ടില്ലേ മൗലവി സാഹിബെ? എന്താ നിങ്ങൾ അൽമനാറിൽ എഴുതിയത്? എന്നാൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയില്ല അള്ളാഹു എന്നാണ്. ആവശ്യം വരുമ്പോൾ മാത്രം സംസാരിക്കുന്നു എന്നാണ് നിങ്ങളുടെ അൽമനാറിൽ എഴുതിയ നിങ്ങളുടെ അഖീദ. ഈ അഖീദക്കെതിരാണ് മൗലവി അൽ-ഇബാനയിലുള്ളത്. വജബല്ലാഹു അൻ യകൂന ലം യസൽ മുതകല്ലിമൻ. അള്ളാഹു മുതകല്ലിമാണ്, ഒരിക്കലും അവന് സാക്കിത്താവില്ല. വിശദീകരണങ്ങൾ അദ്ദേഹം അതിന് താഴെ പറയുന്നുണ്ട്. അള്ളാഹു തആല മുതകല്ലിമായിക്കൊണ്ടിരിക്കുന്നു. അവൻ ഒരിക്കലും ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളതില്ല, എപ്പോഴും അവൻ മുതകല്ലിമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഇമാം അശ്അരി തങ്ങളുടെ അൽ-ഇബാനിൽ പറഞ്ഞ ഈ അഖീദക്കെതിരല്ലേ മൗലവി നിങ്ങളുടെ അൽമനാറിൽ എഴുതി വെച്ചത്? ഇനി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ എല്ലാ അടവുകളും ഇവിടെ തകർന്നടിഞ്ഞില്ലേ? നിങ്ങളുടെ കെട്ടിപ്പടുത്ത നുണകളുടെ കൂമ്പാരങ്ങൾ ഇവിടെ തകർന്നു വീണിരിക്കുന്നു.
അശ്അരി കിതാബ് എടുത്തുകൊണ്ട് സുന്നികളെ വെല്ലുവിളിക്കാൻ വരുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണം മൗലവി സാഹിബ്. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അലിബാനയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വഇൻ അഹദൻ ലാ യസ്തതിഉ അൻ യഫ്അല ശൈഅൻ ഖബ്ല അൻ യഫ്അലഹു എന്ന്. അതുപോലെ തന്നെ തന്റെ വിശ്വപ്രസിദ്ധമായിരിക്കുന്ന മഖാലാത്തുൽ ഇസ്ലാമിയിൽ ഈ 2 കിതാബുകളും നമ്മളും നിങ്ങളും അംഗീകരിക്കുന്നതാണ് അബുൽ ഹസൻ അശ്അരി ഇമാമിന്റേതാണെന്ന്. അതിൽ കൈകടത്തലുകൾ ഉണ്ടെങ്കിലും രണ്ടും മഹാനവറുകളുടെ തന്നെയാണ്. ആ 2 കിതാബിലും പറഞ്ഞിരിക്കുന്നു മനുഷ്യനിക്ക് കഴിവുകൾ മുൻകൂട്ടി കൊടുത്തിട്ടില്ല, അപ്പോൾ നൽകുകയാണ് എന്നുള്ള കാര്യം. ഇത് ഞാൻ മൗലവിക്ക് കൊടുത്ത സന്ദർഭത്തിൽ മൗലവി വീണ്ടും പഴയ വാദമാണ് ആവർത്തിച്ചത്. ഞങ്ങളുടെ കിതാബുകൾ, ഞങ്ങളുടെ ബുക്കുകളിൽ ഞങ്ങളുടെ പണ്ഡിതന്മാർ, മുജാഹിദ് പണ്ഡിതന്മാർ എവിടെയെങ്കിലും എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കൂ എന്നുള്ള ആ നേരത്തെ പറഞ്ഞ വഷളൻ വാദം വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മൗലവി സാഹിബെ നിങ്ങളുടെ ബുക്കിൽ തന്നെയുണ്ട്, അബ്ദുസലാം സുല്ലമിയുടെ ബുക്കിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുസലാം സുല്ലമിയുടെ ബുക്കിലുള്ള ആ ഭാഗം ഞാൻ കൊടുത്തു. അതായത് ശിർക്ക് സ്ഥാപിക്കുവാൻ വേണ്ടി മുസ്ലിയാന്മാര് കഴിവുകൾ മനുഷ്യനിക്ക് മുൻകൂട്ടി കൊടുത്തിട്ടില്ല എന്നും അപ്പോൾ നൽകുക എന്നും വാദിച്ചു വരാറുണ്ട് എന്ന അർത്ഥത്തിലുള്ള ആ വാചകം ഞാൻ അബ്ദുസലാം സുല്ലമിയുടെ ബുക്കിൽ നിന്ന് കോട്ട് ചെയ്തു കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ മൗലവി സാഹിബ് രണ്ടും കെട്ട അവസ്ഥയിലായി. ഇനി എന്ത് ചെയ്യും? ഇനി ഈ അബ്ദുസലാം സുല്ലമിയെ തള്ളുകയാണോ വേണ്ടത്? അതല്ല, ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലാതെ സ്ഥാപിക്കുകയാണോ വേണ്ടത് എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കണം മൗലവി സാഹിബ് ഏതായാലും അബ്ദുസലാം സുല്ലമിയുടെ ബുക്കിനെ എതിർക്കാൻ ശ്രമിച്ചില്ല. പിന്നെന്താ ചെയ്തത്? അബ്ദുസലാം സുല്ലമിയുടെ ബുക്കിൽ പറഞ്ഞതിനോട് എതിരല്ല ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ഇമാം തന്റെ അലിബാനിൽ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായി. കാരണം മൂപ്പർക്കറിയാം അബ്ദുസലാം സുല്ലമിയുടെ തൗഹീദ് സമഗ്ര വിശകലനത്തിലുള്ള പച്ചയായ മലയാളത്തിൽ എഴുതി വെച്ച കാര്യത്തെ അതിനെ എതിർത്ത് സംസാരിച്ചാൽ തന്റെ കുഞ്ഞാടുകൾക്കും മറ്റുള്ളവർക്കും വേഗം തന്റെ കള്ളത്തരം മനസ്സിലാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാവണം അല്ലിബാനയിലെ അറബി ഇബാറത്ത് അദ്ദേഹം ദുർവ്യാഖ്യാനിക്കാൻ ശ്രമം നടത്തിക്കൊണ്ട് അതിന്റെ ഇബാറത്ത് വായിച്ച് ദുർവ്യാഖ്യാനിക്കാനുള്ള ശ്രമം നിങ്ങൾക്ക് നടത്തുന്നത് നേരിട്ട് കേൾക്കാൻ അതിന്റെ ക്ലിപ്പ് ഞാനിവിടെ അള്ളാഹു പറയുക. എന്നിട്ട് ഇമാം അശ്അരി പറയാ എല്ലാ വസ്തുക്കളും തക്കൂനുബി മശിയത്തില്ലാഹി അസ്സ വജല്ല, അള്ളാന്റെ മശിയത്ത് കൊണ്ട് അള്ളാന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാതും നടക്കുക. ഭൂമിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു അറിയാതെ അള്ളാഹുവിന്റെ മശിയത്തില്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല. അതാണ് ഇമാം അശ്അരി അത് വിശദീകരിക്കുകയാണ്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഒരാളും ഒരു കാര്യവും പ്രവർത്തിക്കുന്നതിന് മുമ്പ് അത് പ്രവർത്തിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോ നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, എന്ത് അന്നേരം പോയിരുന്നെങ്കിൽ ഇപ്പൊ നന്നായിരുന്നു. കാരണം എന്താണ്? അപ്പൊ നമുക്ക് തോന്നൂല. കേട്ടില്ലേ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ഇമാം വഅന്നൽ അശ്യാ തകൂനു ബിമശീഅത്തില്ലാ, എന്തെന്ത് കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന്റെ മശീഅത്തുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ മശീഅത്ത്, അള്ളാഹുവിന്റെ വേണ്ടുക ഇല്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം വ്യക്തമാക്കുകയാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ഇമാം. പക്ഷേ മൗലവി സാഹിബ് ഈ പറഞ്ഞതിനെ ശേഷം പറഞ്ഞ കഴിവുകൾ മുൻകൂട്ടി കൊടുക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ മനുഷ്യനിക്ക് കഴിവുകൾ അപ്പോൾ നൽകപ്പെടുകയാണ് എന്ന് പറഞ്ഞ അബുൽ ഹസൻ അശ്അരി ഇമാമിന്റെ ഈ പറഞ്ഞതിനോട് മേൽ പറഞ്ഞ വിഷയത്തെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇതിന്റെ വിശദീകരണമാണ് പോൽ വഅന്നൽ അശ്യാ തകൂനു ബിമശീഅത്തില്ലാഹി അസ്സ വജല്ല വഅന്ന അഹദൻ ലാ യസ്തതിഉ അൻ യഫ്അല ശൈഅൻ ഖബ്ല അൻ യഫ്അലഹു എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമായി കൂട്ടിക്കെട്ടി പച്ച കളവ് പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ കിതാബിൽ കോട്ടിമാട്ടി ദുർവ്യാഖ്യാനിച്ച് രക്ഷപ്പെടാനാണ് മൗലവി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വാവ് എന്നുള്ള അത്ഫിന്റെ അർഫിനെ കട്ടുകൊണ്ട് തകൂനു ബിമശീഅത്തില്ല വഅന്നൽ അശ്യാ തകൂനു ബിമശീഅത്തില്ല എന്ന് പറഞ്ഞിട്ട് വഅന്ന അഹദ് എന്നുള്ളടത്ത് വാവിനെ കട്ടുകൊണ്ട് അന്ന അഹദ് എന്നുള്ള മൗലവിയുടെ ദുർവ്യാഖ്യാനത്തിന് ഒപ്പിച്ചുകൊണ്ട് അത്ഫിന്റെ വാവിനെ കട്ടുകൊണ്ട് അതിന് വിശദീകരണമാണെന്ന് യാതൊരു ഒളുപ്പുമില്ലാതെ അർത്ഥം വെക്കുകയുണ്ടായി. ഇതിന് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. കിതാബ് തിരിയുന്ന അറബി അർത്ഥം വെക്കാൻ തിരിയുന്ന ഏതൊരാൾക്കും ഈ മൗലവിയുടെ ഈ കളവ് ഇവിടെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കണമെന്ന്. കിതാബിന്റെ ശരിയായ അർത്ഥം വെച്ച എന്നെ ജാഹിലായി ചിത്രീകരിച്ചുകൊണ്ട് മൗലവി വല്ല ആലിമാവാൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാവുന്നതാണ്.
മൗലവിയുടെ അഹങ്കാരവും വീമ്പ് പറച്ചിലും ഒന്ന് നിങ്ങൾ കേൾക്കുക തന്നെ വേണം. മൗലവി പറയുന്നു, അപ്പൊ അള്ളാഹുവിന്റെ മശിയത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിനെയാണ് ഈ പടുജായില് വെട്ടി മാറ്റിയിട്ട് മുമ്പത്തെ ഭാഗം വെട്ടി മാറ്റിയിട്ട് ഇത് മാത്രം എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ അഭിനയിക്കുക. എന്നിട്ട് അർത്ഥം വെക്കാൻ അറിയണം. ഒരു അർത്ഥം വെക്കാൻ അറിയുന്ന ആളാണോ എന്ന് എനിക്കറിയാം, എന്നെങ്കിൽ ഇനി സംസാരമുള്ളൂ. കേട്ടില്ലേ സുഹൃത്തുക്കളെ, ഞാൻ വെട്ടിമാറ്റി ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നുള്ള വമ്പൻ തുണയാണ് ഇവിടെ മൗലവി തട്ടിവിട്ടിരിക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, കിതാബ് തിരിയുന്ന ഒരു ഇരുകൂട്ടരും അംഗീകരിക്കുന്ന ഒരു മധ്യസ്ഥന് മുമ്പിൽ വെച്ചുകൊണ്ട് ഉമർ ഫൈസി, നിങ്ങൾ തയ്യാറുണ്ടോ? ഈ പറഞ്ഞ ആശയം നിങ്ങൾ പറഞ്ഞത് പച്ച നുണയാണ്, ഇമാം അശ്ശരി തങ്ങളുടെ മേൽ വെച്ച് കെട്ടി പറഞ്ഞ പച്ച നുണയാണെന്നും ഞാൻ അർത്ഥം വെച്ചതാണ് ശരിയെന്നും തെളിയിക്കാൻ സംവാദത്തിനോ ചർച്ചക്കോ തയ്യാറുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുക. വിവരമുള്ള ആളുകളുടെ അടുക്കൽ നിങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങൾ വലുപ്പമില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. തോറ്റ് തൊപ്പിട്ട് ഓനൊക്കെ വിചാരിച്ചെന്തറിയോ, ഓനെ കിതാബർത്ഥം വെക്കാൻ അറിയുള്ളൂന്നാ. എനിക്ക് കിതാബർത്ഥം വെക്കാൻ അറിയില്ല, മുജാഹിദ് മൗലവിമാരെ കൂട്ടിക്കാന്ന് അവൻ വിചാരിച്ചത്. പക്ഷെ എന്റെ മുമ്പിൽ ഞാൻ കിതാബ് ഓതി പഠിച്ച ആളാ. സമസ്ത മുഷാവറ മെമ്പറും പൊട്ടച്ചിറ കോളേജിന്റെ പ്രിൻസിപ്പളും എംബർ മുസ്ലിയായിരുന്നാ ഞാൻ കിതാബ് ഓതിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉമ്മർ ഉസ്താദിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉമ്മർ ഉസ്താദിനെ പോലും അപഹസിക്കുന്ന രൂപത്തിൽ ഇയാൾ കിതാബ് ഓതി പഠിച്ച ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണ തട്ടിവിട്ടത് നാം കേട്ടില്ലേ? മൗലവി തുടരുന്നു, മനസ്സിലായില്ലേ? അതുപോലെ കിതാബ് ഓതി പഠിച്ച വന്ന ആളാ നമ്മള്. പട്ടിക്കാടുന്ന് സെനത് തന്നു. എടാ, പട്ടിക്കാടുന്ന് സെനത് കൊടുക്കല് കിതാബർത്ഥം വെക്കാൻ കഴിയാത്ത ആൾക്കാർക്കാ. അവിടെ മണ്ടന്മാരാണ് അവിടെ ഉള്ളത്. അവിടെ കാന്തപുരം പോലത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ, അവിടെ കിതാബിരിയുന്ന ആളുകളല്ലേ. എന്റെ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കേട്ടില്ല സുഹൃത്തുക്കളെ? അപ്പോൾ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് വിവരമില്ലാത്ത മുജാഹിദ് പ്രവർത്തകന്മാർക്കിടയിൽ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവായി വിലസുകയാണ് ഈ ഫൈസി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കിതാബിന്റെ വിവരവും അർത്ഥം വെക്കാനുള്ള കഴിവും നമ്മളിവിടെ ഈ ഇബാറത്തിലൂടെ തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശരി ഇമാമിന്റെ കിതാബ് പച്ചയായ നിലക്ക് അതിനെ കട്ടുമുറിച്ച് അദ്ഫിന്റെ അർഫിനെ കട്ടുകൊണ്ട് കള്ള അർത്ഥം വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കളോട് ഇനി സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അൽ-ഇബാന വായിക്കാനുള്ള യോഗ്യത പോലും താങ്കൾ ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. വ്യവസ്ഥാപിതമായി മാത്രമേ നിങ്ങളോട് ഇനി സംസാരിക്കാനുള്ളൂ എന്ന് ഞാൻ പറയുകയും മൗലവിയോട് ഇതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവിടെ നിന്ന് പിരിയുകയാണ് ഉണ്ടായത്. സഹോദരന്മാരെ, ഇന്നേ വരേക്കും ഫെബ്രുവരി 2, 2016 വരേക്കും 1437 റബീഉൽ ആഖിർ 23 വരേക്കും മൗലവി സാഹിബ് ഇതിന് മറുപടി തന്നിട്ടില്ല. എന്നല്ല, നമ്മുടെ പ്രവർത്തകന്മാർ ഈ വിഷയം മൗലവിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പലവരും പറഞ്ഞിട്ടും മൗലവി ഒരു ചർച്ചയ്ക്ക് ഇതുവരെ സന്നദ്ധനായിട്ടില്ല. എന്താ എന്നറിയില്ല. അരവരിയല്ല, വരികൾ തന്നെ ഉണ്ട് എന്ന് മൗലവിക്ക് മനസ്സിലായതുകൊണ്ടോ, അതല്ല ഈ കളവുകളൊക്കെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കപ്പെടുന്നത് ബാമുള്ളത് കൊണ്ടോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇതുവരേക്ക് മൗലവി വന്നിട്ടില്ല, ഇനി വരുമെന്ന് തോന്നുന്നുമില്ല. മൗലവി ഈ കളവ് പിൻവലിക്കാൻ തയ്യാറുണ്ടോ, വ്യവസ്ഥാപിതമായ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് നമ്മുടെ പല പ്രവർത്തകന്മാരും ചോദിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ മൗലവി സാഹിബ് ഇതിനെക്കുറിച്ച് യാതൊരു മറുപടിയും നൽകാൻ തയ്യാറായിട്ടില്ല. ആ മൗലവിയോട് നമ്മുടെ പ്രവർത്തകൻ റഫീഖ് എന്ന് പറയുന്ന നമ്മുടെ സുന്നി പ്രവർത്തകൻ സംസാരിക്കുന്ന ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും. ഓന്റെ മൗലവി എത്ര ദിവസമായി ഈ ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നു? നിഷ്പക്ഷമതികൾ വിലയിരുത്തട്ടെ. എത്ര ദിവസമായി മൗലവി ഇതിൽ പോസ്റ്റ് ചെയ്യുന്നു? നിങ്ങൾക്ക് ഇത് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾ വിടുന്ന വോയിസ് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ വിടുന്ന ടെക്സ്റ്റ് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കാമാം ഉണ്ടാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? നിങ്ങളെ പാപ്പരത്താണ് മൗലവി, പാപ്പരത്തം. നിങ്ങളെ വാദം എന്താ? അശ്ശരി ഇമാമിന്റെ കിതാബിൽ വഹാബിസത്തിനെതിരെ അരവരി പോലും കാണിക്കാൻ പറ്റൂല. ഞങ്ങൾ പറയുന്നു അരവരിയല്ല മൗലവി, 20ഓളം വിഷയങ്ങൾ വഹാബി വിശ്വാസം അശ്ശരി വിശ്വാസം കടകി വിരുദ്ധമാണ് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് മൗലവി. അതിനാണത്തുണ്ടെങ്കിൽ അതിന് തയ്യാറാവും. ഒരു വ്യവസ്ഥാപിതമായ ചർച്ചക്ക് വ്യക്തിയായിട്ട് ഒഴിവാക്കി നല്ല രീതിയിൽ ചർച്ചക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വരും കേട്ടോ. നിങ്ങൾ ഈ പണ്ഡിതൻ. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് മൗലവിയുടെ അവസ്ഥ. മൗലവി സാഹിബ് ഇനി ഇതിന് തയ്യാറാകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം ഇബ്നു തൈമിയയെ ആദ്യമായി തള്ളിക്കളഞ്ഞു. പിന്നീട് അബുൽ ഹസൻ അശ്ശരി ഇമാമിന്റെ കിതാബ് പച്ചയായി ദുർവ്യാഖ്യാനിച്ച് കിതാബിന്റെ പ്രധാനപ്പെട്ട
ഇബാറത്തുകൾ കട്ട് ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതെല്ലാം പിടികൂടി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുമെന്നുള്ള ഭയം മൗലവിയെ ഭരിക്കുന്നുണ്ടാവാം. പക്ഷേ എന്നാലും നമുക്ക് പ്രതീക്ഷ വിടാനായിട്ടില്ല. മൗലവി ഇതിന് തയ്യാറാവുമെന്ന് തന്നെ നമ്മൾ. അതുകൊണ്ട് മൗലവി സാഹിബ് ഞങ്ങളുടെ വാദം യാതൊരു പോറലും ഏൽക്കാതെ ഇവിടെ നിലനിൽക്കുകയാണ്. അശ്അരി ഇമാമിന്റെ കിതാബുകളിൽ നിന്ന് അരവരിയെങ്കിലും സുന്നികൾക്ക് അനുകൂലമായതും മുജാഹിദുകൾക്ക് പ്രതികൂലമായതും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് നിങ്ങളുടെ വലിയ വായിലുള്ള ആ വെല്ലുവിളി വെറും പൊള്ളയായിരുന്നുവെന്നും സാധാരണക്കാരെയും മുജാഹിദ് പ്രവർത്തകന്മാരെയും മറ്റുള്ളവരെയും വഞ്ചിക്കാൻ വേണ്ടി താങ്കൾ ഇടയ്ക്കിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന നമ്പറുകളിൽപ്പെട്ട ഒരു നമ്പറായിരുന്നുവെന്നും ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എത്രത്തോളമെന്ന് പറഞ്ഞാൽ അബുൽ ഹസൻ അശ്അരി ഇമാമിന്റെ കിതാബിനെ കൂടാതെ അൽമനാറിൽ നിന്നും അബ്ദുസലാം സുല്ലമിയുടെ തൗഹീദ് സമഗ്ര വിശകലനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നും എല്ലാവരും അംഗീകരിക്കുന്ന അൽമനാറിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ച് പേജ് സഹിതം അശ്അരി ഇമാമിന്റെ വിശ്വാസങ്ങൾക്ക് മഹാനവറുകൾ തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങൾ നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്ന് രേഖസഹിതം ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. താങ്കളുടെ വാദം വെറും പൊള്ളയായിരുന്നും കബളിപ്പിക്കലായിരുന്നുവെന്നും തെളിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ആ വാദത്തിൽ നിന്ന് പിൻവാങ്ങുക, തോബ ചെയ്ത് പിൻവാങ്ങുക, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.